ഹലോ. അപ്പോൾ നമുക്കിന്ന് ഉച്ചയൂണ് എന്തൊക്കെയാണ് കണ്ടാലോ. അപ്പോൾ ഇന്ന് രാവിലെ വാങ്ങിയ മീനാണ് കേട്ടോ ഇത്. ആ മീനിൻ്റെ പേര് നവരമീൻ എന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ പിന്നെ കറിക്കും പൊരിക്കാനായിട്ട് എടുത്തായിരുന്നു. പിന്നെ ഈ മരിച്ചിനിയുടെ തോടിളക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം ഫസ്റ്റൊക്കെ മുന്നേയൊക്കെ കട്ട് ചെയ്ത ടൈം കൈയൊക്കെ ഒത്തിരി മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വട്ടം ഒരു വീട്ടിൽ പോയി മരിച്ചിനി കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ആ 4 വിരൽ ഞാൻ മുറിച്ച് വെച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ വീട്ടുകാർക്ക് ഭയങ്കര പേടി, ഇങ്ങനെ മരിച്ചിനി കട്ട് ചെയ്യാനായിട്ട് തരാൻ. പിന്നെ ഞാൻ നിർബന്ധിച്ച് അത് തൊലി ഇളക്കാൻ എനിക്ക് തരും. പിന്നെ എൻ്റെ വീട്ടിലെ തേങ്ങ തിരുവുന്ന സ്പെഷ്യലിസ്റ്റ് ഞാൻ തന്നെയാണ്. എനിക്ക് എത്ര തേങ്ങ തന്നാലും ഞാൻ തിരുവിക്കൊണ്ടേ നിൽക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ തിരുവ. കാര്യം എന്ന് വെച്ചാൽ ആ അരിവ് പിടിച്ച് കറക്റ്റായിട്ട് ഞാൻ തേങ്ങ തിരുവുന്നതാണ്. അതുകൊണ്ട് എനിക്ക് തന്നെ വീട്ടിൽ തേങ്ങ തിരും. കാര്യം അത് അത്ര സന്തോഷത്തോടെ ഹാപ്പിയോടെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ തേങ്ങ തിരുവുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡ് അച്ഛൻ വീഡിയോ കോളിലുണ്ട്, അമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, കണ്ടോ മോളുടെ തേങ്ങ തിരുവുന്ന സ്പീഡ്. അവൾക്ക് വേറെ എന്ത് ജോലി എടുത്താലും അവൾ ചെയ്യത്തില്ല, പക്ഷേ തേങ്ങ തിരുവാനായിട്ട് കൊടുത്ത് അവളത് ചെയ്തുകൊണ്ട് നിൽക്കും. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അരിവ് പിടിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടം തേങ്ങ തിരുവാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആൾ. പിന്നെ എന്ത് ചെയ്തു, തേങ്ങയൊക്കെ തിരുകി മസാലയെല്ലാം ചെയ്തു. അങ്ങനെ മസാലയൊക്കെ ആട്ടിയെടുത്തു. അരപ്പാണ് കേട്ടോ, ഞങ്ങൾ ട്രിവാൻഡ്രം സ്റ്റൈലിലാണ് തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ല നവരക്കറി, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ. എക്സ്പെഷ്യലി പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നല്ല പൂ പോലെ ഇരിക്കും മീൻ എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് ഈ മീൻ. പിന്നെ ഈ മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നല്ല കുരുമുളക് ഇട്ട് നല്ല എരിവിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുരുമുളക് ഇട്ടു. പിന്നെ കപ്പ എന്ത് ചെയ്തു, വെള്ളത്തിൽ വെച്ചു ചൂടാക്കി വേവിക്കാനായിട്ട്. പിന്നെ മീൻ ആവശ്യമായിട്ട് താളിച്ചൊക്കെ എടുത്തു കേട്ടോ, മീൻകറിയുടെ ഇതൊക്കെ മീൻകറിയിൽ ഇടാനായിട്ട് താളിച്ചൊക്കെ എടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, അതും താളിച്ചെടുത്ത് മീൻകറി തന്നെ ഒഴിച്ച് അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ഞാൻ പിന്നെ പോയിട്ട് ഒരു സ്മൂത്തി അടിച്ചായിരുന്നു, നമ്മുടെ ബ്ലൂബെറി സ്മൂത്തി. ബ്ലൂബെറിയും യോഗട്ടും പിന്നെ റോബസ്റ്റ പഴമായിട്ടാണ് ഞാൻ സ്മൂത്തി അടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തേന്, നല്ല നാടൻ തേനാണ്, നല്ല ചെറുതേനാണ്. തമിഴ്നാടത്ത് എനിക്ക് കൊണ്ടുവന്നതായിരുന്നു ഈ തേന്. അപ്പോൾ നല്ല തേനൊക്കെ കഴിച്ചു. കാരണം ഇതൊന്ന് കുറച്ച് തേൻ ഒഴിച്ചാൽ മതി, ഭയങ്കര മധുരമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഫൈനലി ബ്ലൂബെറി സ്മൂത്തി കഴിച്ച് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.